ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മിയും ശാന്തമായും കൂടി ശ്രീനിവാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. കുറ്റപ്പെടുത്തലുകൾ താങ്ങാനാവാതെ ശ്രീനിവാസൻ കൺമണിയുടെ കൈ പിടിച്ച് കരയുന്നുണ്ട്. മോളെ, അച്ഛന് തെറ്റുപറ്റിപ്പോയി, മോള് അച്ഛനോട് ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞ് ശ്രീനിവാസൻ അങ്ങനെ പൊട്ടിക്കരയാണ്. സുലോചനമ്മയും കൺമണിയും ശ്രീനിവാസനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് മാനസയും രാഹുലും വീണ്ടും കണ്ടുമുട്ടുകയാണ്. അവരങ്ങനെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയാണ്. രാഹുലിൻ്റെയും മാനസയുടെയും കോമൺ ഫ്രണ്ടാണ് കൃഷ് എന്ന് അവർ രണ്ടുപേരും അങ്ങനെ പരസ്പരം പങ്കുവെക്കുന്നുണ്ട്. ഒരു ബിയർ കഴിച്ചുകൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നത്. രാഹുൽ അങ്ങനെ ബിയറും കുടിച്ച് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനസ, എന്തു പറ്റി രാഹുൽ, എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് തന്നെ മുന്നേ കാണാതിരുന്നതെന്ന്. നമ്മൾ തമ്മിലുള്ള കണ്ടുമുട്ടലും ഞാൻ തന്നിലേക്ക് അടുത്തതും അതും കൃഷി വഴി എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് എന്നങ്ങനെ രാഹുൽ പറയുമ്പോൾ മനസ്സ് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് രാഹുൽ, ആണും പെണ്ണുമായിട്ട്. പക്ഷേ ഇത്രയും സിൻസിയറായിട്ട് എനിക്ക് ആരോടും മനസ്സ് തുറക്കാൻ തോന്നിയിട്ടില്ല. പക്ഷേ എന്തൊരു പ്രത്യേകത തന്നിലുണ്ട്, അതെന്താണെന്ന് പറയാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എനിക്ക് തന്നോട് കൂടുതൽ സംസാരിക്കാനും കാണാനും എല്ലാം തോന്നി തുടങ്ങുകയാണ് എന്നങ്ങനെ മാനസ പറയുന്നുണ്ട്. രാഹുൽ അപ്പോൾ പറയാണ്, ഒരുപാട് നാളുകളായി ഞാൻ ബിസിനസ്സുമായിട്ട് ആകെ സ്ട്രെസ്സിലായിരുന്നു, ഇപ്പോഴാണ് എനിക്കൊന്ന് ഫ്രീ ആവാൻ പറ്റിയത് എന്ന് രാഹുൽ പറയുമ്പോൾ മാനസ ചോദിക്കുന്നുണ്ട്, കൃഷെങ്ങാനും നമ്മുടെ ഈ റിലേഷൻ അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആത്മാർത്ഥ സുഹൃത്തിനെ ചതിക്കാൻ രാഹുലിനാവുമോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, താനിപ്പോൾ എന്നോട് ചോദിച്ചത് വലിയൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ രണ്ട് ചോയ്സുകൾ വന്നാൽ നമുക്ക് ഏതാണോ നല്ലത് അതല്ലേ നമ്മൾ തിരഞ്ഞെടുക്കൂ. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് തന്നെയായിരിക്കും എന്നങ്ങനെ രാഹുൽ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, താങ്ക് യു രാഹുൽ, അതിനുള്ള ഒരു പ്രത്യുപകാരം ഞാൻ ചെയ്തിരിക്കും. രാഹുലിൻ്റെ മനസ്സ് വായിക്കാൻ ഇപ്പം എനിക്കറിയാം, അതിനെങ്ങനെ തൃപ്തിപ്പെടുത്തണമെന്നും എനിക്കറിയാം. പിന്നെ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പം ഇതിങ്ങനെ പോട്ടെ, നമ്മുടെ ഈ റിലേഷൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്യാം എന്നങ്ങനെ മാനസ പറയുന്നതും രാഹുൽ പറയുന്നുണ്ട്, എല്ലാം ഞാൻ തനിക്ക് വിട്ടു തന്നിരിക്കുന്നു. അപ്പം ഞാൻ തൻ്റെ ഇഷ്ടങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. എന്തായാലും അപ്പം ഞാൻ ഈ ബിയർ കുടിക്കുന്നത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കൃഷിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയാണ്. അവൻ എൻ്റെ മനസ്സിൽ ചത്തുപോയി, താൻ കൊന്നില്ലേ എന്ന് രാഹുൽ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഇതാണ് എനിക്ക് തന്നിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം എന്നങ്ങനെ പറയാണ്. പിന്നീട് മാനസയും രാഹുലും അങ്ങനെ ഒരുപാട് സംസാരിച്ച് കണ്ണും തമ്മിൽ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കൺമണിയും സുലോചനമ്മയും ശ്രീനിവാസന് കഞ്ഞി കൊടുക്കുകയാണ് രാത്രിയിൽ. ശ്രീനിവാസനാണെങ്കിൽ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും കൺമണിയും സുലോചനമ്മയും നിർബന്ധിച്ച് അങ്ങനെ കഞ്ഞി കൊടുക്കുകയാണ്. ശ്രീനിവാസനപ്പോൾ പറയുന്നുണ്ട്, എനിക്കിനി വേണ്ട മോളെ, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാമെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, നാളെ രാവിലെ ചെക്കപ്പ് ഉണ്ട്, അത് കഴിഞ്ഞ് ഡോക്ടർ പറയും, എന്നിട്ട് നമുക്ക് പോവാമെന്ന് പറയാണ്. പിന്നീട് സുലോചനമ്മായി പറയുന്നുണ്ട്, ഏട്ടൻ ടെൻഷനാവൊന്നും വേണ്ട, സങ്കടപ്പെടണ്ട. അപ്പോഴത്തെ ദേഷ്യത്തിൽ ശാന്തേച്ചി എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. ഏട്ടനെ ഞങ്ങൾക്കറിയില്ലേ, ഇത്രയും കാലം ഞങ്ങളെ നോക്കിയത് ഏട്ടൻ തന്നെയല്ലേ, ഞങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം ഏട്ടൻ ക്ഷമിച്ചില്ലേ, ഏട്ടൻ സമാധാനമായി ഇരിക്കുകയെന്ന് സുലോചനമ്മായി അങ്ങനെ പറയാണ്. അപ്പോഴേക്കും കൃഷ അങ്ങോട്ടേക്ക് വരികയാണ്. കൃഷ എന്നിട്ട് അച്ഛന് ഭക്ഷണം കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കൃഷ അങ്ങനെ ശ്രീനിവാസനോട് സംസാരിക്കുകയാണ്, അച്ഛൻ എന്തിനാണ് ഇങ്ങനെയൊന്ന് ചെയ്തത്? ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ അനാഥനാണെന്ന് അറിഞ്ഞപ്പോൾ പോലും കൺമണിയും നിങ്ങളും എന്നെ ഒരുപാട് സ്നേഹിച്ചു. എനിക്ക് നിങ്ങളുടെ കുടുംബവും അവസ്ഥയും അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നെല്ലാം കൃഷ അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി മോനെ, ക്ഷമിക്കെന്ന് പറയാണ്. കൃഷ അപ്പം പറയുന്നുണ്ട്, ശരി, ഇനി അതെല്ലാം പോട്ടെ അച്ഛാ, ഞാൻ എന്തായാലും അച്ഛൻ്റെ ആധാരം തിരിച്ചെടുത്ത് തന്നിരിക്കും, അച്ഛൻ സമാധാനമായി ഇരിക്കുമെന്ന് കൃഷ അങ്ങനെ പറയാണ്. പിന്നീട് സാഗറും സുജു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ നമുക്ക് ശ്രീനിവാസനൊന്ന് കാണാൻ പോവണ്ടേ സാഗർ എന്ന് സുജു ചോദിക്കുകയാണ്. സാഗർ അപ്പം പറയുന്നുണ്ട്, പോണം, നാളെ എന്തായാലും ശ്രീനിവാസനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോരുമല്ലോ, അങ്ങോട്ടേക്ക് പോവാമെന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കൃപ വന്ന് വേഗം സുജുവിൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ്. കൃപ എന്നിട്ട് സുജുവിനോടും സാഗറിനോടും ചോദിക്കുന്നുണ്ട്, ഏട്ടൻ്റെ കമ്പനിക്ക് പുതിയ പേരിടണ്ടേ, പേരെന്താന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ എന്തിനാണ് അന്വേഷിക്കുന്നത്, അതെല്ലാം കൃഷും രാഹുലും കൂടി ഡിസൈഡ് ചെയ്യട്ടെ എന്നങ്ങനെ പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, എന്നാലും നമുക്കൊരു പേര് കണ്ടുപിടിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. സാഗർ അപ്പം പറയുന്നുണ്ട്, അതിപ്പോൾ അവൻ നമുക്ക് കൂടി ഇണങ്ങുന്ന പേര് തന്നെയായിരിക്കും കണ്ടുപിടിക്കുന്നത്,
ചിലപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും പേരിൽ തന്നെയായിരിക്കും അവൻ കമ്പനി തുടങ്ങുന്നതെന്ന് സാഗർ അങ്ങനെ പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റി. ഏട്ടൻ നമ്മളെല്ലാവരെയും ചതിക്കുകയായിരുന്നു. ഏട്ടൻ പേര് കണ്ടുപിടിച്ചു. എന്നെയോ അച്ഛനെയോ അല്ല ഏട്ടന് ഇഷ്ടം ഈ അമ്മയാണ്. മീ ആൻഡ് മമ്മി എന്ന പേരിലാണ് ഏട്ടൻ കമ്പനി നെയിം കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് കൃപ അങ്ങനെ പറയുന്നതും സാഗറും സുജുവും ആകെ ഷോക്കാവുന്നുണ്ട്. സുജുവിനാണെങ്കിൽ ഇത് കേട്ട് ആകെ സങ്കടാവുന്നുണ്ട്. അവനെ എത്രയൊക്കെയാണെങ്കിലും എന്നോടുള്ള ഇഷ്ടം കണ്ടോ സാഗർ എന്നെല്ലാം പറഞ്ഞ് സുജു അങ്ങനെ കരയാണ്. കൃപ അതും പറഞ്ഞ് റൂമിലേക്ക് കിടക്കാനായി പോവുകയാണ്. കൃഷിന്റെ കമ്പനിയുടെ ഉദ്ഘാടനമാണെന്നറിഞ്ഞ് ജയമോഹനാണെങ്കിൽ രാവിലെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഹേമയോട് വെള്ളം ചോദിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ജയമോഹനോട് ഹേമ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി നിങ്ങൾക്ക്? വെയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അല്ല, ഇന്നലെ കൃഷിന്റെ കമ്പനിയുടെ ഉദ്ഘാടനം നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങളും മോളും എത്രയൊക്കെ അവരെ തകർക്കാൻ ശ്രമിച്ചാലും അവരൊറ്റക്കെട്ടായി തന്നെ നിൽക്കും. അവരുടെ കുടുംബം അങ്ങനെയാണ്. അതാണ് അവരുടെ വിജയത്തിന്റെ രഹസ്യം. നമ്മൾ 3 പേരുണ്ടല്ലോ ഈ വീട്ടിൽ, എന്നിട്ടും നമുക്കൊരു സന്തോഷമുണ്ടോ? ഇപ്പോഴും നിങ്ങളെങ്ങനെ ശത്രുക്കൾക്കെതിരെ നേരിടാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃഷിനെ സഹായിച്ചില്ലെങ്കിലും അവനെ വിളിച്ചു ഒരു ആശംസയെങ്കിലും നൽക്. അങ്ങനെയെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള ദേഷ്യം മാറുമെന്നൊക്കെ ഹേമ അങ്ങനെ പറയാണ്. എന്നാൽ സാഗറിനെയും കുടുംബത്തെയും ഹേമ നല്ലത് പറയുന്നത് ജയമോഹന് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. ജയമോഹനാണെങ്കിൽ ഹേമയോട് തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഹേമയാണെങ്കിൽ നല്ല കണക്കിന് തന്നെ ജയമോഹന് മറുപടി കൊടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കൃഷും കുടുംബവുമാണെങ്കിൽ മീ ആൻഡ് മീ കമ്പനിയുടെ ഉദ്ഘാടനത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഫോണിലൂടെയും നേരിട്ടുമായി കുറെ ആശംസകളുമായി സാഗറിനെയും കൃഷിനെയും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അങ്ങനെ കൃഷി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൺമണി വരുന്നത്. കൺമണി എന്നിട്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട്, സാർ രാഹുലിനെ വിളിച്ചു കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഇല്ല കൺമണി, ഞാൻ ഒന്നുകൂടി വിളിച്ച് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഫോണിൽ രാഹുലിനെ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. എന്തായാലും ഇതിപ്പോൾ ആരും ഇവിടെ അറിയണ്ട, നമുക്ക് നോക്കാം, ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ കൃഷി അങ്ങനെ കൺമണിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ കൃഷിയും കൺമണിയും ആകെ ടെൻഷൻ അടിച്ച് പുറത്തങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സാഗർ വരുന്നത്. കൃഷിന്റെ മുഖം കണ്ട് സാഗർ ചോദിക്കുന്നുണ്ട്, എന്താണ് കൃഷി നിനക്ക് പറ്റിയത്? നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ ടെൻഷൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും കൃഷി സാഗറിൽ നിന്നും എല്ലാം മറച്ചു പിടിച്ച്, എനിക്കൊരു കുഴപ്പവുമില്ല അച്ഛാ, എന്നെയും കൺമണിയെയും ഒന്ന് പ്രണയിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ എന്നങ്ങനെ തമാശ രൂപേണ കൃഷി ചോദിക്കുകയാണ്. സാഗർ അപ്പോൾ ഈ സമയത്ത് ഇവിടെ വെച്ചാണോ നിങ്ങൾ പ്രണയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അതെന്താ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് പ്രണയിച്ചൂടെ എന്നങ്ങനെ പറയാണ്. സാഗർ അപ്പോൾ നിങ്ങൾ അകത്തേക്ക് വായു എന്ന് പറഞ്ഞ് കൃഷ്ണയെയും കൺമണിയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാനായി നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഹിയും ദേവ്ജിയും എത്തുകയാണ്. ദേവ്ജിയെ കാണുന്നതും കൃഷി വേഗം പോയി ദേവ്ജിയുടെ കാല് തൊട്ട് തൊഴുകുന്നുണ്ട്. പിന്നീട് കൃഷിന് മഹി കൈ കൊടുക്കുകയാണ്. മഹി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് കൃഷി നിന്റെ കൈ ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കുന്നത്? സാധാരണ ഇതല്ലല്ലോ കൃഷിന്റെ എനർജി എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എൻ്റെ എനർജിക്ക് ഒരു കുറവുമില്ല എന്നങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ്. ദേവ്ജി അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല കൃഷി, നീ ജയമോഹനെയും മാനസയെയും വിളിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബൊക്കയുമായി മാനസിയും ജയമോഹനും എത്തുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.